ഇൻസ്പിരേഷനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന 3-4 കുട്ടികൾ എന്നും പഠിക്കുന്നവരാ. എന്തുകൊണ്ട്? എല്ലാ ടീച്ചേഴ്സ് വന്നിട്ടും അവരെ ഇൻസ്പയർ ചെയ്യും. ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഇങ്ങനെ ഇംപ്രഷൻ കൊടുക്കും. ഏത് ക്ലാസ് നിങ്ങൾ എടുത്തോ, ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ അത്യാവശ്യം പഠിക്കുന്നവരായിരിക്കും. അവർ കൊമ്പത്തുനിന്ന് വന്നവരല്ല. എല്ലാ അധ്യാപകരും പോയിട്ട് തമ്പ് കൊടുക്കുന്നത് അവരോടാണ്. പഠിച്ചോ മക്കളെ, എഴുതിയോ മക്കളെ, സ്വകാര്യതയിൽ ഒരു സംസാരമാണ്. എന്നിട്ട് അവർ ടീച്ചർ ചോദിക്കല്ലോ എന്ന് വിചാരിച്ച് അവർ കൃത്യമായിട്ട് എഴുതി വരും. ഈ ടീച്ചേഴ്സ്, ഈ സയൻസിന്റെ ടീച്ചേഴ്സ് ഒന്ന് പിന്നാമ്പുറത്ത് പോയിട്ട് അവരുടെ ബെഞ്ച് കൂടി ഒന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ ആ ബാക്ക് ബെഞ്ചിലിരുന്നവൻ പഠിക്കുമായിരുന്നേനെ. പക്ഷെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവർക്ക് കൊടുത്തില്ല. ലോകത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. ബെഞ്ചും ഡെസ്കും എന്ന് പറയുന്നത് എന്ന് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നുണ്ടോ അന്നായിരിക്കും നമ്മൾ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക. കാരണം ബെഞ്ചും ഡെസ്കും ആകുമ്പോൾ ബാക്കും ഫ്രണ്ടും ഉണ്ടാകും. റൗണ്ട് ടേബിൾ ആണ് എല്ലായിടത്തും. ഞാൻ പോയിടത്ത് സഞ്ചരിച്ച സ്ഥലം ഓസ്ട്രേലിയ, UK, ഫിൻലാൻഡ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, എല്ലാ സ്ഥലങ്ങളിലും റൗണ്ട് ടേബിൾ ആണ്. കാരണം എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് ഗണിക്കുന്നു, എല്ലാ കുട്ടികളെയും ഒന്നായിട്ട് കാണുന്നു. ഒരു കുട്ടിയെയും ബാക്കിലിരുത്തുകയില്ല, ഒരു കുട്ടിയെയും ഫ്രണ്ടിലിരുത്തുകയുമില്ല. ഫ്രണ്ടിലിരുത്തലും ഒരു മൂല്യമില്ലായ്മയാണ്. കാരണം ഫ്രണ്ടിൽ എല്ലാവരെയും നമുക്ക് ഇരുത്താൻ കഴിയില്ലല്ലോ. ഫ്രണ്ടിലിരുത്തലും ഒരു തെറ്റാണ്. കാരണം അതൊരു അനീതിയാണ്. കുറച്ചു കുട്ടികൾക്ക് മാത്രമേ ഫ്രണ്ടിലിരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? റൊട്ടേഷൻ, ബെഞ്ച് റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനമാണ്. ബെഞ്ച് റൊട്ടേഷനും തെറ്റാണ്. ഒരു ദിവസം ആ കുട്ടി ഫ്രണ്ടിലാകുന്നു, മറ്റൊരു ദിവസം ബാക്കിലാകുന്നു. അപ്പോഴും ആ കുട്ടിക്ക് ഇങ്ങനെ നിമ്നോന്നതങ്ങളായി മാറുന്നു. കുട്ടിക്ക് എന്നും ഫീൽ ചെയ്യണം എല്ലാവരും ഒന്നാണ് എന്ന്. നിങ്ങൾ ഫിന്നിഷ് സ്കൂൾ എടുത്തു നോക്കുക. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നോ എക്സാമിനേഷൻ. 10ാം ക്ലാസ് വരെ പരീക്ഷയില്ല. അപ്പൊ നമുക്ക് തോന്നുന്ന നന്നായിട്ട് അവിടെ പോയി പഠിച്ചാൽ മതിയല്ലോ. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റത്തിൽ 10ാം ക്ലാസ് വരെ പരീക്ഷയില്ല. കാരണം എന്താണെന്നറിയോ? കാരണം പരീക്ഷ 10ാം ക്ലാസ് വരെ ഉണ്ടായാൽ ആ കുട്ടി നാരോ മൈൻഡഡ് ആകുമെന്നാണ് ഫിൻലാൻഡിന്റെ വിശ്വാസം. കാരണം ആ കുട്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പഠിച്ചു മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയായി മാറും. 10ാം തരം വരെ വൈഡനിങ് ആയി, ബ്രോഡനിങ് ആയി ഒരുപാട് കാലം ആ കുട്ടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ ആക്ടിവിറ്റികളും കൊടുക്കും. ആ ആക്ടിവിറ്റികൾക്കൊക്കെ പാടെ പരീക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ 50ഓ 100ഓ പരീക്ഷ എഴുതേണ്ടി വരും ആ കുട്ടി. അതുകൊണ്ട് പരീക്ഷയില്ല. നോ കമ്പാരിസൺ. ഒരിക്കൽ ആ കുട്ടി അങ്ങനെ, ഈ കുട്ടി ഇങ്ങനെ എന്നുള്ള കമ്പാരിസണേ ഇല്ല. എന്റെ ഒരു സുഹൃത്തുണ്ട് ആസിഫ്. അദ്ദേഹം എന്നോടൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ സ്കൂളിലേക്കല്ലേ പോകുന്നത്, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് ആയതുകൊണ്ട്. അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിന് നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം. അതെന്തെന്ന് വെച്ചാൽ, എന്റെ കുട്ടി ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു. ചെറിയ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി മനോഹരമായിട്ട് അവൾ സ്വന്തമായിട്ട് അത് ചെയ്തപ്പോ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ കുട്ടി അധ്വാനിച്ച് ചെയ്തതാണ്. ഒരു മാഡം, ആ മാഡം ആകരുത് നമ്മൾ. സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ തരത്തിലുള്ള ഒരു മാഡമായി നമ്മൾ മാറരുത്. ഒരു മാഡം എല്ലാ കുട്ടികളുടേതും ശരിയിട്ട് 100ൽ 100 മാർക്ക് കൊടുത്ത്, എന്നിട്ട് ഈ പാവം കുട്ടിയുടേത് ആൾക്കൂട്ടത്തിൽ എടുത്ത് ഉയർത്തിയിട്ട്. ഫിനിഷ് സ്കൂൾ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും മാതൃകാപരമായി ശിക്ഷിക്കരുത് എന്നാണ്. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ ശിക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് മാതൃകയാകുമെങ്കിലും ആ കുട്ടി പിന്നീട് സൂയിസൈഡിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെയും ശിക്ഷിക്കരുത്. ഒറ്റയ്ക്ക് ശിക്ഷിക്കാവൂ. ശിക്ഷയുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ അപ്പം തന്നെ സോൾവ് ചെയ്യും വേണം. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരിക്കലും ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെയും വഴക്ക് പറയരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്. മറ്റെല്ലാ ആളുകളും ഒന്ന് ക്ഷമിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാക്കാണ്. ആൾക്കൂട്ടത്തിൽ വെച്ച് നീ ഒരാളെ വളരെ വിഷമിപ്പിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നത് ആൾക്കൂട്ടത്തിൽ വെച്ചൊരാളെ വിവസ്ത്രമാക്കുകയും എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വസ്ത്രം തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെ വിവസ്ത്രനാക്കി, വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി, എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സോറി ട്ടോ ഞാൻ അഴിച്ചതിൽ എന്ന് പറയുന്നത് പോലെയാണ് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ വിഷമിപ്പിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാപ്പ് പറയുകയും ചെയ്യുക എന്നത്. അങ്ങനെ ഇദ്ദേഹം പറയാണ്, ഈ കുട്ടിയുടേത് മാത്രം എടുത്തിട്ട് മാഡം ഉയർത്തിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇവൾ ചെയ്തത്, നിങ്ങളെല്ലാം നന്നായി ചെയ്തു, ഈ കുട്ടിക്ക് എന്തു പറ്റി? അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെ പോകാത്തൊരു പാവം ടീച്ചർ. പാവം എന്നവരെ വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബാക്കിയുള്ളവർക്കെല്ലാം പാരന്റ്സ് ചെയ്തു കൊടുത്തതാണ്. അതിമനോഹരമായി കളറിംഗ് പാരന്റ്സ് ചെയ്തു കൊടുത്തതാണ്. നല്ല ലെറ്റേഴ്സ് വടിവത്ത രീതിയിൽ എഴുതി കൊടുത്തത് പാരന്റ്സ് ആണ്. ഈ പാവം കുട്ടിയുടെ
പിതാവ് നല്ലൊരു അധ്യാപകൻ കൂടിയായതുകൊണ്ട് കുട്ടി ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് ശാഠ്യം പിടിച്ച് ആ